പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്റ്റൽ പാലസ് കിരീടമടിച്ചു. ക്രിസ്റ്റൽ പാലസ് FA കപ്പ് കിരീടം ചൂടി. ഫൈനലിൽ വെംബ്ലിയിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽ. ഇപ്പോൾ ഫൈനലിൽ ശക്തരായ മാഞ്ചസ്റ്റർ സിറ്റിനെ ഒറ്റ അടിക്ക് വീഴ്ത്തി. ഒറ്റ ഗോളിനെ 1-0 തോപ്പിച്ചു. സിറ്റിക്ക് ഒരൊറ്റ അടി കൊടുത്തു. സിറ്റി ഒറ്റ അടിയിലെ വീണു. അങ്ങനെ സിറ്റീനെ ഒരൊറ്റ അടിയിൽ മലർത്തിയടിച്ച് ക്രിസ്റ്റൽ പാലസ് ദി ഈഗിൾസ് FA കപ്പിൽ മുത്തമിട്ടു. ക്രിസ്റ്റൽ പാലസിൻ്റെ ചരിത്രത്തിലെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ മേജർ കപ്പാണ് കഴിഞ്ഞ ദിവസം അവർ നേടിയത്. അവർക്ക് അഭിമാനിക്കാം. ആദ്യത്തെ കപ്പാണ് അവരുടേത്. സിറ്റി നോക്കുമ്പോൾ ഇത് തുടർച്ചയായ രണ്ടാമത്തെ FA കപ്പ് ഫൈനലാണ് തോക്കുന്നത്. ഈ ഫൈനലിൽ ക്രിസ്റ്റൽ പാലസിനായിട്ട് തോറ്റു. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് വെംബ്ലിയിൽ സെയിം സ്ഥലത്ത് വെച്ചിട്ട് തന്നെ FA കപ്പ് ഫൈനൽ തോറ്റു. അപ്പം അങ്ങനെ സിറ്റിക്ക് ഈ സീസണിൽ ഒറ്റ ട്രോഫി ഇല്ല. അവർ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരൊറ്റ ട്രോഫി ഇല്ലാതെ സീസൺ അവസാനിപ്പിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വർഷങ്ങളായി അവർക്ക് ഏതെങ്കിലുമൊക്കെ ട്രോഫി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം അവർ പ്രീമിയർ ലീഗ് പൊക്കി. ഏതെങ്കിലുമൊക്കെ ട്രോഫി അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർക്ക് ഒറ്റ ട്രോഫി ഇല്ല. ചാമ്പ്യൻസ് ലീഗ് ഇല്ല, പ്രീമിയർ ലീഗ് ഇല്ല, FA കപ്പ് ഇല്ല, കരബാവ് കപ്പ് ഇല്ല. അങ്ങനെ പോകുന്നു. ഓക്കെ, നമുക്ക് ഫൈനലിലേക്ക് വരാം. 16 മിനിറ്റിൽ ഇസയാണ് വിജയ ഗോൾ നേടിയത്. 1-0. 36 മിനിറ്റിലാണ് തോന്നുന്നു മർമൂഷിന് ഒരു പെനാൽറ്റി കിട്ടി. സാധാരണ ഹാളണ്ടാണ് സിറ്റിക്ക് വേണ്ടി പെനാൽറ്റി എടുക്കാറ്. എന്തുകൊണ്ട് മർമൂഷ് എടുത്തെന്ന് അറിയില്ല. മർമൂഷിന് ഒരു പെനാൽറ്റി കിട്ടി. സിറ്റിക്ക് അനുകൂലമായ പെനാൽറ്റി മർമൂഷ് എടുക്കുന്നു. അത് ഗോളി തട്ടിയെത്തുന്നു. ഗോളി ഒരു അസാധ്യ ഗോളി കേട്ടോ. എമ്മാതിരി സേവുകളാണ് നേരെ നടത്തിയിരിക്കുന്നത്. മാക്സിമം പരക്കം പാഞ്ഞിട്ടുണ്ട് സിറ്റി ഒരു ഈ ക്രോസ് അടിക്കാൻ വേണ്ടി. പക്ഷെ നടന്നില്ല. ഗോളി തടുത്തിട്ടു. അങ്ങനെ സിറ്റീനെ ഒരൊറ്റ അടിക്ക് മലർത്തിയടിച്ച് ക്രിസ്റ്റൽ പാലസ് FA കപ്പിൽ മൊത്തമിട്ടു. അപ്പോൾ ക്രിസ്റ്റൽ പാലസ് അവരുടെ ക്ലബ്ബ് ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മേജർ ട്രോഫി നേടി. ന്യൂകാസിൽ നീണ്ട 71 വർഷത്തെ തോന്നുന്നു 71 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അവർ കരബാവ് കപ്പ് നേടി. ഇറ്റാലിയൻ ക്ലബ്ബായ ബൊളോണെ അവർ 51 വർഷത്തിന് ശേഷം അവർ കപ്പെടുത്തു. അവർ കോപ്പ ഇറ്റാലിയ എടുത്തിട്ടുണ്ടായിരുന്നു. ഹാരി കെയ്ൻ തൻ്റെ ജീവിതത്തിൽ ആദ്യമായ ഒരു കപ്പ് കുറച്ച് നാൾ മുമ്പ് എടുത്തു. അത് ബുണ്ടസ് ലീഗ ജർമ്മനിയിൽ. അപ്പം അങ്ങനെ കപ്പ് എടുക്കാത്തവരും കപ്പ് വരൾച്ചയ്ക്കൊക്കെ ഒരു അറുതിയാണ് ഈ സീസണിലുള്ളത്. ഇപ്പം നെക്സ്റ്റ് വരാൻ പോകുന്നത് ഏതാ? യൂറോപ്പയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടോട്ടനത്തിനെ നേരിടാൻ പോകുന്നു. ടോട്ടനത്തിന് ആദ്യം കപ്പ് കിട്ടിയിട്ട് കുറേ നാളുകളായി, വർഷങ്ങളായി. അപ്പോൾ ഈ ട്രെൻഡാണ് വരുന്നതെങ്കിൽ ശരിക്കും ടോട്ടനം കപ്പെടുക്കേണ്ടതാണ്. പക്ഷേ ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സപ്പോർട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പെടുക്കട്ടെ. എന്തോ അറിയില്ല. എന്നിരുന്നാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കപ്പെടുക്കട്ടെ. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്നേഹിക്കുന്ന വ്യക്തി നിലയ്ക്ക് എനിക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഈ ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ടോട്ടനം കപ്പെടുക്കണം. അറിയില്ല എന്താവുമെന്ന്. അപ്പോൾ എന്തായാലും ക്രിസ്റ്റൽ പാലസിൻ്റെ അഭിനന്ദനങ്ങൾ. കൺഗ്രാജുലേഷൻ ക്രിസ്റ്റൽ പാലസ്. അവർക്ക് സന്തോഷിക്കാനുള്ള സമയമാണ്. ഈഗിൾസ്